എടാ നേരം വെളുത്തടാ, എണീക്കടാ. മതി ഉറങ്ങിയേ. ആരോടാ ഉറക്കം കണ്ടില്ലേ ചട്ടമ്പി. കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. രാവിലെ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞോ? അപ്പോൾ ഞാൻ രാവിലെ മോടെ ഹോസ്പിറ്റലിലോട്ട് പോകാനാണ്. അപ്പോൾ മോൾക്ക് ഇന്ന് തിരുവാതിര ഓണപ്പരിപാടിയൊക്കെയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് മോളെ ഒരുക്കാനും സാരി ഉടുപ്പിക്കാനും അപ്പം അതിനങ്ങോട്ട് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട്. അങ്ങനെ രാവിലെ മോള് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചെന്നു. മോൾക്ക് മോർണിംഗ് ആയിരുന്നു. അപ്പോൾ അവൾ ഞാൻ ചെന്നപ്പോഴത്തേന് അവൾ താപ്പോട്ടിറങ്ങി വന്നു. അങ്ങനെ അവളെ ഞാൻ സെറ്റ് സാരിയും ബ്ലൗസും ഒക്കെ ആയിട്ട് ഉടുപ്പിച്ച് ഒരുക്കി. ഇതാണ്. അപ്പോൾ മോളെ ഒരുക്കിപ്പം ദേ കണ്ടോ, കൊള്ളാമെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ എല്ലാവരും കൂടി ഇട്ട അത്തമാണ്. ഇതേ നിൽക്കുന്നതിനകത്തിലെ ചെറുതാണ് എൻ്റെ മോള്. അപ്പോൾ കൊള്ളാവോ കൂട്ടുകാരെ? പെണ്ണിനെ ഫോട്ടോ എടുക്കാനേ കിട്ടുന്നില്ല എനിക്ക്. അപ്പോൾ മോടെയൊക്കെ തിരുവാതിര കളിയാണ്. എന്നെങ്കിൽ ഒരു 2 റൗണ്ടായിട്ട് നിന്നിട്ടാണ് തിരുവാതിര കളി. അകത്തും ഒരു റൗണ്ടുണ്ട്, പുറത്തും ഒരു റൗണ്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ പാട്ടൊന്നും ഇടാൻ പറ്റില്ലല്ലോ കൂട്ടുകാരെ. കോപ്പിറൈറ്റ് അങ്ങനെ അടിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അത് കാരണമാണ് പാട്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇടാതിരുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. ഒത്തിരി നേരം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചേ വീഡിയോ പിടിച്ചുള്ളൂ. എന്തൊക്കെ കൂടിയാലോ എന്നൊരു മനസ്സിലൊരിത്. അത് കാരണം ഞാൻ കുറച്ചേ വീഡിയോ പിടിച്ചുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ 8:30 ആയപ്പോഴത്തേനും അവിടെ ചെന്നു. മോള് രാവിലെ ഏട്ടനെ ഇവിടുന്ന് 7 മണിക്ക് കൊണ്ടുപോയി അവിടെ വിട്ടായിരുന്നു. അപ്പോൾ അവൾക്ക് രാവിലെ ജോലി ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവൾ ഇറങ്ങി വന്നു, ഒരുങ്ങി. പിന്നെ അതിന് ശേഷം തിരുവാതിര കളിയൊക്കെ കഴിഞ്ഞിട്ട് മോള് വീണ്ടും ജോലിക്ക് കയറി. പിന്നെ 1:30ക്കാണ് മോൾ ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞാൻ അവൾ ഈ തിരുവാതിര കളിക്ക് മാത്രമായിട്ടാണ് ഈ ചുമന്ന ബ്ലൗസ് ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ബ്ലൗസ് വേണം, ഓണപ്പരിപാടിയൊക്കെ അല്ലേ, അത് കഴിഞ്ഞ് വൈകുന്നേരം അവൾ വരത്തുള്ളൂ. അപ്പോൾ അവൾക്ക് വേറെ ബ്ലൗസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് വേറെ ബ്ലൗസ് വിട്ട് ആ സാരി തന്നെ പിന്നെ ഒന്നും കൂടെ നല്ലപോലെ ഉടുപ്പിച്ച് കൊടുത്തു. കാരണം അതൊരു ഒഴുക്കനായിട്ടുള്ളൊരു സാരി, കോട്ടൻ്റെ അല്ലായിരുന്നു. നമ്മളിങ്ങനെ ഓൺലൈൻ വഴി വരുത്തിയതായിരുന്നു. പക്ഷെ അതിങ്ങനെ ഒരുമാതിരി ഒഴുക്കനായിട്ട് അങ്ങ് ഒരു കട്ടിയില്ലാത്ത പോലെ കിടക്കുമായിരുന്നു. പണ്ടത്തെ അച്ഛന്മാരുടെ ഒരു പോളിസ്റ്റർ മുണ്ടിൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ, കട്ടിയില്ലാത്ത ആ ഒരു മോഡലായിരുന്നു സാരി കേട്ടോ. പക്ഷേ സാരിയുടെ കസവും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമായിരുന്നു. അപ്പോൾ ആ സാരി കുഞ്ഞ് തന്നെ ഉടുത്താൽ പറ്റത്തില്ല, അല്ലെങ്കിൽ തന്നെ അവൾക്ക് സാരി ഉടുക്കാൻ അറിയില്ല. അപ്പം നമ്മളെന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ. അപ്പോൾ ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ പോയത്. പിന്നെ എല്ലാവരും അവിടെ തിരക്കാകുമ്പം എല്ലാവരോടും സാരി ഉടുത്തുക എന്ന് പറയുമ്പം ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും സമയം കിട്ടിയെന്ന് വരത്തില്ലല്ലോ. അപ്പോൾ അവരെങ്ങനെയെങ്കിലുമൊക്കെ വാരി വലിച്ച് കൊടുക്കും. അപ്പം ഞാൻ വെറുതെ ഇരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ കുഞ്ഞിനോട് പറഞ്ഞ് എന്നാൽ വാ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ പോയത്. പിന്നെ ഉച്ചയ്ക്ക് മോള് ഡ്യൂട്ടി ഇറങ്ങി വന്നു കഴിഞ്ഞ് പിന്നെ അവൾക്ക് ആ സാരിയും കൂടെ ഉടുപ്പിച്ച് കൊടുത്തിട്ടാണ് ഞാൻ പോരുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കാൻ ഈ പെണ്ണിനെ എനിക്ക് കിട്ടുന്നേ ഇല്ല. കാരണം കൂട്ടുകാരികൾ വന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങ് പോവുക. പിന്നെ അവരുടെ ഒരു ദിവസമല്ലേ. അപ്പം നമ്മളതിനിടയ്ക്ക് എങ്ങനെയാണെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എന്നാലും എനിക്ക് കിട്ടിയ സമയത്തൊക്കെയാണ് ഞാൻ അവിടെ ഫോട്ടോ എടുത്തത്. പിന്നെ അവർ വൈകിട്ടൊക്കെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഫോണിൽ രാവിലെ മോള് ജോലിക്ക് പോയി. അപ്പോൾ നമുക്കതൊന്നും കിട്ടിയില്ല. അപ്പം ഞാനത് കിട്ടുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇട്ട് തരാം കേട്ടോ. പിന്നെ മോള് സാരിയൊക്കെ ഉടുത്തത് കൊള്ളാമെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ കൂട്ടുകാരെ. ഇതേ പോകുന്ന മോളൊക്കെ കൂടുതൽ ചെറുതാണേ മോള്. അപ്പോൾ അവളെ ഒന്ന് ഫോട്ടോ എടുക്കാൻ കിട്ടിയിട്ട് വേണ്ട. ഞാനിനി പുറകെ പോയി ഫോട്ടോ പിടിച്ചത്. ഇനി അവിടെ ചെന്നിട്ട് ഇവരും ജോലിക്ക് കയറാനെ കൊണ്ടാണ്. മോള് പിന്നെ ജോലിക്ക് കയറി. ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ ഓണപ്പരിപാടികളൊക്കെ കണ്ടു. പിന്നെ വന്ന് ഓണസദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഓണസദ്യ കഴിക്കാനിരുന്നു. അതിന് ശേഷം വന്ന് മോള് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് പിന്നെ മോൾക്ക് ഇതായിട്ട് ഈ വേഷമാണ് പിന്നത്തെ വേഷം. അപ്പോൾ ഇങ്ങനെ സാരി ഉടുപ്പിച്ച് കൊടുത്ത് പിന്നെ ബ്ലൗസ് മാറിയതേ ഉള്ളൂ കേട്ടോ. പിന്നെയും സാരി ഒന്നുകൂടെ ഒന്ന് ഉടുപ്പിച്ച് കൊടുത്തു. ഞാൻ അതിന് ശേഷം പിന്നെ മോള് കഴിക്കാനെ കൊണ്ട് അങ്ങോട്ട് പോയി. ഞാൻ പിന്നെ നമ്മുടെ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ വന്ന് പിന്നെ വീട്ടിൽ കുറച്ച് നേരം ജോലികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് ഏട്ടനൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അത്താഴം കഴിക്കാനിരുന്നു. ചെറുപയർ പുഴുങ്ങിയത്, സാമ്പാർ, ചിക്കൻ കറി, പപ്പടം, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരേ.